നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഗാസയിലെ പ്രമുഖനായ ഹമാസ് നേതാവിനെ വധിച്ച് ഇസ്രായേൽ സൈന്യം. കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന വേളയിലാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ ഗാസയിലെ രണ്ടാമത്തെ സൈനിക കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചത്. റായദ് സയദ് എന്നാണ് ഇയാളുടെ പേര്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് ഇരച്ചു കയറി വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും നിരവധി പേരെ വധിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലുള്ള പ്രധാന ആസൂത്രകന്മാരൊരാൾ ഇയാളാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് ആക്രമണം നടത്തുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് തങ്ങളുടെ സൈന്യം ഇയാളെ വധിച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ സയ്യിദിനെ പോലെയുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഗാസയിൽ സജീവമാണ്. മാത്രമല്ല, അവർ വീണ്ടും ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടാണ് നേരത്തെ പലതവണ ഇസ്രായേൽ ആരോപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഹമാസ് നേതാക്കളെ വധിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇയാൾ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ആക്രമണം നടത്തിയത്. ഇയാൾക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന 4 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഹമാസ് ആകട്ടെ ഇനിയും സയ്യിദിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഇവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നതും 4 പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. എന്നാൽ ആശുപത്രി അധികൃതരും ഇപ്പോഴും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഗാസയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ തന്നെ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തുവിടാൻ സാധ്യത കുറവാണ്. ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം നിരന്തരമായി ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു. എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രായേലാണ് കരാർ ലംഘിച്ചത് എന്നാണ്. പലതവണ അവർ ആക്രമണം നടത്തുകയും തങ്ങളുടെ പ്രവർത്തകരെയൊക്കെ തന്നെ വധിക്കുകയും ചെയ്തുവെന്നും ഇസ്രായേൽ പലപ്പോഴും ആക്രമിച്ച് കൊല്ലുന്നത് സാധാരണ പൗരന്മാരെയാണ് എന്നുമാണ് ഹമാസ് ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ കഴിയുന്ന 200ഓളം വരുന്ന ഹമാസ് ഭീകരന്മാരെ പിടികൂടാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അവിടെ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും തന്നെ ലഭ്യമാകാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ആക്രമിക്കുന്നതാണ് സാധാരണ ഇസ്രായേലിൻ്റെ രീതി. ഇതിനോടകം തന്നെ ഏതാണ്ട് 30ഓളം പേരെ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിൽ തുരങ്കങ്ങളിൽ നിന്ന് പുറത്ത് വരുന്ന നേരത്ത് വെടിവെച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗാസയുടെ മുകളിലുള്ള ഡ്രോണുകളും അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇത്തരം തുരങ്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഈ തുരങ്കങ്ങളുടെ പ്രധാന വാതിൽ ഏതാണ് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന് പലപ്പോഴും മനസ്സിലാകാത്തത്. അതേസമയം ഹമാസ് ഭീകരർ ഏതെങ്കിലും ഒരു ഭൂഗർഭ അറയിലൂടെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ ഡ്രോണുകളും മറ്റും മെസ്സേജ് നൽകുകയും ഉടനടി ഇവരെ വധിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ഏതായാലും ഈ സയ്യിദിനെ വധിച്ചത് വളരെ ഒരു വിജയമായിട്ടാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. അവരുടെ സൈന്യത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തലവനാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി. ഇയാൾ ആയുധ നിർമ്മാണത്തിൻ്റെയും അതുപോലെ ഹമാസ് തീവ്രവാദികളുടെ മറ്റ് ഓപ്പറേഷൻസിൻ്റെയൊക്കെ തന്നെ മുഖ്യ ചുമതല വഹിച്ചിരുന്ന ആളാണ് എന്നാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്.